അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലുഹാ നിസ്കാര ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു സൂറത്തിനെ കുറിച്ചും അതുപോലെ തന്നെ 17 പ്രാവശ്യം പറയേണ്ട ഒരു ഇസ്മിനെ കുറിച്ചും 100 പ്രാവശ്യം പറയേണ്ട ഒരു ദിക്റിനെ കുറിച്ചുമാണ്. ഇതിൽ പറയുന്ന ഈ ഒരു സൂറത്തും ദിക്റും ഈ ഒരു ലുഹാ നിസ്കരിച്ച ശേഷം അവിടെ തന്നെ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പല പ്രയാസങ്ങളും നമുക്കുണ്ടാവും. അതൊക്കെ അള്ളാഹു എളുപ്പമാക്കും എന്നുള്ളതാണ്, നമ്മുടെയൊക്കെ പ്രയാസം മാറ്റും എന്നുള്ളതാണ്. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള അത്രക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്റും സൂറത്തുകളും ഏതാണെന്ന് നമുക്ക് പഠിക്കാം. ഇതെല്ലാം പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. പ്രധാനമായിട്ടും റവാത്തിബ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, തറാവി നിസ്കാരം, വിത്ർ നിസ്കാരം, ഹാജത്ത് നിസ്കാരം, അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, സുന്നത്തായ നിസ്കാരങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത്. ലുഹാ നിസ്കാരം എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത് മഹാന്മാർ പറയുന്നുണ്ട്. അത് സ്വാലിഹീങ്ങൾക്കുള്ള നിസ്കാരമാണെന്നാണ്. കാരണം എല്ലാവർക്കും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഈമാൻ ഉള്ളവർക്കേ സാധിക്കുള്ളൂ. നമുക്കൊക്കെ പടച്ച റബ്ബ് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ലുഹാ നിസ്കാരത്തിലൂടെ പടച്ച റബ്ബ് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പല രീതിയിലും തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിനൊക്കെ പടച്ച റബ്ബ് ഈ ഒരു നിസ്കാരത്തിലൂടെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. സോ അതൊക്കെ ചെയ്തതിൻ്റെ കൂലി ലഭിക്കും എന്നുള്ളതാണ് ലുഹാ നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ചില്ലറ നിസ്കാരം എന്നല്ല ഈ ഒരു ലുഹാ നിസ്കാരം എന്നുള്ളത്. കാരണം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, ഒരുപാട് നമുക്ക് ഗുണങ്ങളുള്ള ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എന്ത് ആവശ്യമാണെന്നുണ്ടെങ്കിലും പടച്ച റബ്ബ് അത് നടത്തി തരും എന്നുള്ളതാണ് ഈ ഒരു നിസ്കാരത്തിലൂടെ. അതുപോലെ പരിപൂർണമായി ഉംറ ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ളതാണ്. പരിപൂർണമായി ഉംറ ചെയ്ത പ്രതിഫലം എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് സ്വീകരിച്ച ഉംറയുടെ പ്രതിഫലം എന്നാണ്. അപ്പോൾ അത്രക്കും ശ്രേഷ്ഠമായൊരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം. അതുപോലെ തന്നെ ഒരുപാട് നമുക്കിടയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ മടിയുണ്ട്, നിസ്കരിക്കാൻ മടി, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് മടി, ദിക്ർ ചൊല്ലാൻ മടി, ഇൽമിൻ്റെ സദസ്സുകളിൽ നല്ല മജ്ലിസുകളിൽ പോകാൻ വേണ്ടിയിട്ട് മടി, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ താല്പര്യം, ചെയ്യണമെന്ന് മനസ്സിലുണ്ടാവും, പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല, ഒരു മടിയാണ്. അപ്പോൾ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ ഒരു നിസ്കാരത്തിലൂടെ. അതുപോലെ തന്നെ നരകമോചനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ ലുഹാ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ ലുഹാ നിസ്കരിച്ചവർക്ക് കടക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും എന്നുള്ളതാണ്. രോഗമുള്ളവർക്ക് എന്ത് രോഗമാണെങ്കിലും, മുട്ടുവേന, കാലുവേന, കയ്യവേന, ഇടുപ്പുവേന, അങ്ങനെ പല രോഗങ്ങളിലുള്ള ഉമ്മമാരുണ്ട് നമുക്കിടയിലല്ലേ. അപ്പോൾ എല്ലാ രോഗത്തിനുള്ളൊരു മരുന്നാണ് ലുഹാ നിസ്കാരം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ, എന്ത് പ്രയാസമാണെങ്കിലും ഈ ഒരു ലുഹാ നിസ്കരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത പടച്ച റബ്ബ് അതിനുള്ള സൊല്യൂഷൻ അള്ളാഹു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, ഒരുപാട് കാര്യത്തിന് സൊല്യൂഷനുള്ള ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് മുടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, മുടക്കരുത്. നമുക്ക് ഇത്ര നേരം വേണം നിസ്കരിക്കാൻ, കുറച്ച് സമയം മതി. ശരിയാണ്, ആ ഒരു സമയം എന്ന് പറയുമ്പോൾ രാവിലെ ആ ഒരു സൂര്യോദയത്തിന് ശേഷമുള്ള ആ ഒരു സമയം മുതൽ ഈ ഒരു ലുഹാ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ നമ്മൾ പല തിരക്കുകൾക്കിടയിലാണ്. നമ്മൾ കുഞ്ഞു മക്കളാണെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന, ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോകുന്ന, നമ്മൾ ഉമ്മമാർ വീട്ടിലിരിക്കുന്ന ഉമ്മമാരാണെങ്കിലോ ഒരുപാട് ജോലികളുണ്ടല്ലേ. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച് വന്ന് പിന്നെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വീട്ടിലത്തെ കാര്യങ്ങൾ മൊത്തം നമ്മൾ നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വൺ തിരക്ക്
തിരക്കിലുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രയൊക്കെ തിരക്കിനിടയിലും നമ്മൾ പടച്ച റബ്ബിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു മാറ്റി വെക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന്, ആ ഒരു നിസ്കാരത്തിന് വളരെയധികം ശ്രേഷ്ഠത ഉണ്ട്. ഈ ഒരു നിസ്കാരം ഇത്രക്കും എന്താ പറയുക പവിത്രമായത് ഈ ഒരു സമയം തന്നെയായിരിക്കും. കാരണം എല്ലാവരും ഒരുപാട് ജോലികൾക്ക് തിരക്കുള്ള ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ സമയം കണ്ടെത്തി പടച്ച റബ്ബിനെ ഓർക്കുക, പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു തിരക്കിലാണെങ്കിലും അത്ര സമയമൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് നമ്മളെ ഡ്രസ്സൊന്ന് മാറ്റി ഒന്ന് നമ്മൾ പല ജോലികൾക്കിടയിലാവുമായിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഒന്നെടുത്ത് 2 റക്അത്ത് കുറച്ച് സമയം മതിയല്ലോ നിസ്കരിച്ച് ഒന്ന് ദുആ ചെയ്തുള്ള ദിക്റുകളൊന്ന് ചൊല്ലി എന്നിട്ട് വീണ്ടും നമുക്ക് ജോലികളിലേക്ക് വീണ്ടും തിരിച്ച് പ്രവേശിക്കാം. അപ്പോൾ ഈ ഒരു സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടില്ല എന്ന് പറയുന്ന പല പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ പടച്ച റബ്ബ് നൽകും എന്നുള്ളതാണ്. ആദ്യം ഈ ഒരു നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് നോക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ളുഹാ നിസ്കാരത്തിന് സമയം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം ഈ ഒരു ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 10 മണി, 9:30, 8:45 അതിനുള്ളിൽ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത്. ഇനി ചിലർ ചോദിക്കാറുണ്ട് ളുഹാ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. സ്ഥിരമായിട്ട് ളുഹാ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില സാഹചര്യത്തിൽ എങ്ങോട്ടെങ്കിലും പോവേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അവർക്ക് ളുഹാ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ അസ്ർ നിസ്കാര ശേഷമൊക്കെ ഖളാ വീട്ടാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും ഏറ്റവും കൂടുതൽ 12 റക്അത്തും ചില പണ്ഡിതന്മാർ 8 റക്അത്തുമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ എത്ര റക്അത്താണെങ്കിലും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് റക്അത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി നമ്മൾ എത്ര റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിലും, അതായത് ഒരു 8 റക്അത്താണ് നിസ്കരിക്കുന്നത്, ഈ രണ്ട് റക്അത്തുകളായിട്ട് നിസ്കരിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കണം. ഒറ്റൊരു നിയ്യത്ത് വെച്ചിട്ട് 8 റക്അത്ത് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം ഇത് 100 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിന് ശേഷം യാ വഹാബു യാ അല്ലാ എന്നുള്ള ഇസ്മ 17 പ്രാവശ്യം ചൊല്ലുക. യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ എന്ന്. പിന്നെ സൂറത്തുൽ ളുഹ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്ത് മുഴുവനായിട്ട് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. അങ്ങനെ ഇതൊക്കെ പാരായണം ചെയ്തതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മളെ കാര്യങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങളൊക്കെ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് 2 കരങ്ങൾ ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്ത്, അതുപോലെ തന്നെ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാണ് നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പടച്ച റബ്ബ് നമ്മളുടെ ആ ഒരു ദുആ തള്ളിക്കളയില്ല എന്നുള്ളതാണ്. ഈ ഒരു സൂറത്തുകളുടെയും ഈ ഒരു ഇസ്മിൻ്റെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ നമ്മുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ളുഹാ നിസ്കാരം മുടങ്ങാതെ കൃത്യമായി എല്ലാ ദിവസവും നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 7 ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ദിവസവും നമ്മൾ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നാവ് കൊണ്ട്, എല്ലാം കൊണ്ട് നമ്മൾ പാപങ്ങളെ ചെയ്യുന്നുണ്ട്. ഹറാമായത് മ്യൂസിക്കുള്ള സോങ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നത് അത് ഹറാമാണ്. അല്ലെങ്കിൽ സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത് അതൊക്കെ ഹറാമാണ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് അത് ഹറാമാണ്. ഹറാമായ സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതും ഹറാമാണ്. അപ്പോൾ ഈ ഒരു ഹറാമുകളെല്ലാം കൂട്ടിയാൽ കൂമ്പാരമാകും, മലയോളം ഉണ്ടാവും നമ്മളുടെ ഹറാമുകൾ. അപ്പോൾ ഈ ഒരു ഹറാമുകളൊക്കെ, ഈ ഒരു തിന്മകളൊക്കെ പടച്ച റബ്ബ് പൊറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ളുഹാ നിസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു പാപങ്ങളൊക്കെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ
എത്ര വലിയൊരു നേട്ടമാണ് ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു വലിയ നേട്ടമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഹറാമുകളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ പോലും മനസ്സിലാക്കാത്ത കുറേ ഹറാമുകൾ. അപ്പോൾ ഈ ഒരു ഹറാമുകളൊക്കെ പടച്ച റബ്ബ് പുറത്തു തരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നേരം, കുറച്ച് നേരം നമ്മൾ പടച്ച റബ്ബിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പടച്ച റബ്ബ് പൊറുക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് കിണപ്പുകളുണ്ട്. നമ്മളുടെ കയ്യിൽ, നമ്മളെ കാലിൽ ഒക്കെ ഒരുപാട്. ഇതിനൊക്കെ സ്വതക്ക ചെയ്യണം എന്നുള്ളതാണ് ഓരോ കിണപ്പുകൾക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മളുടെ കാലിനും കയ്യിനും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇതൊന്നും ഇല്ലാതെ എത്ര ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇതൊക്കെ ഇല്ലാതാവുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഒരു വില നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. കാലുമുട്ട് വേദന, കൈവേദന, കഴുത്ത് വേദന, തലവേദന എന്നിങ്ങനെ എല്ലാ വേദനയുമില്ല ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് തന്ന ഈ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ദാനം ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കിണപ്പുകൾക്കും നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സമ്പത്ത് വേണ്ടി വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ളുഹാ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് പകരമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ളുഹാ നിസ്കാരം പതിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ദാനത്തിന് പകരം നമ്മൾ ളുഹാ നിസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കും എന്നുള്ളതാണ്. നോക്കൂ, എത്ര വലിയൊരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് പതിവാക്കിക്കൂടെ? പടച്ച റബ്ബ് മരണം വരെ നമുക്ക് ആ ഒരു ളുഹാ നിസ്കാരം പതിവാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. റിസ്കിലുള്ള ബർക്കത്താണ്. നല്ല വീട്, നല്ല വാഹനം, നല്ല ഭാര്യ, നല്ല സമ്പത്ത്, നല്ല അയൽവാസികൾ, നല്ല കുടുംബക്കാർ, നല്ല സ്വാധീനങ്ങളായ നല്ല മക്കൾ, ഇങ്ങനെ എല്ലാത്തിലും നല്ലത് നമുക്ക് ലഭിക്കും. നല്ല ഭക്ഷണം, ദിവസവും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാൻ നമുക്ക് നല്ല സ്വഭാവമുള്ള നല്ല അയൽവാസികൾ, ഇങ്ങനെ ഇതെല്ലാം പടച്ച റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇതെല്ലാം ലഭിക്കും ളുഹാ നിസ്കാരം പതിവാക്കുന്നവർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു നേട്ടമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ളുഹാ നിസ്കാരം പതിവാക്കുന്നവർക്ക് പടച്ച റബ്ബ് ഇതൊക്കെ ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ നൽകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ളുഹാ നിസ്കാരം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പതിവാക്കണം. എന്നാൽ പടച്ച റബ്ബ് റിസ്കിൽ വിശാലത, സമ്പത്തിൽ വിശാലത, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല അയൽവാസികൾ, നല്ല കുടുംബം, നല്ല വീട്, വാഹനം, ഇതൊക്കെ നൽകും എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ളുഹാ നിസ്കാരം പതിവാക്കണം. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊട്ടക്ഷൻ അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ്. നമ്മൾ പകൽ സമയത്ത് ളുഹാ നിസ്കാരം നിസ്കരിച്ചവരാണെങ്കിൽ രാത്രി വരെ നമുക്ക് പടച്ച റബ്ബ് പ്രൊട്ടക്ഷൻ ചെയ്യും എന്നുള്ളതാണ്. സുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, മറ്റുള്ളവരുടെ ചീത്ത പറച്ചൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ സംരക്ഷണം ലഭിക്കും. എന്തൊരു കാര്യത്തിലാണെങ്കിലും, എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു പ്രയാസം വരാൻ പോകുന്നുണ്ടെങ്കിലും പടച്ച റബ്ബ് ളുഹാ നിസ്കരിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ളുഹാ നിസ്കരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു നേട്ടമാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്നൊക്കെ നോക്കാം. സ്വർഗത്തിലെ ഒരു മനോഹരമായ ഒരു വീട് നൽകും എന്നാണ്. അപ്പോൾ ളുഹാ നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ വീട് നൽകും. അപ്പോൾ വീട് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകണം. അപ്പോൾ ളുഹാ നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതല്ലേ നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാ ദുരിതങ്ങളും നമ്മൾ സഹിച്ചും ക്ഷമിച്ചും അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ ഈ ഒരു ക്ഷമക്ക് പടച്ച റബ്ബ് നാളെ സ്വർഗം ലഭിക്കും, സ്വർഗം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലേ നമ്മൾ എന്തെല്ലാം തിരക്കുകൾക്കിടയിലും എന്തെല്ലാം രോഗങ്ങൾക്കിടയിലും എന്തെല്ലാം മനസ്സ് വേദനകളും ഓരോ പ്രയാസങ്ങൾക്കിടയിലും നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ ദുആ ചെയ്യുന്നതും നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതൊക്കെ നമുക്ക് നാളെ സ്വർഗം എന്നുള്ള ആ ഒരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കും ഈ ഒരു ളുഹാ നിസ്കാരം പതിവാക്കുന്നവർക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ളുഹാ നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്വർഗത്തിൽ ളുഹാ കൊണ്ട് നിർമ്മിച്ച ആ ഒരു മനോഹരമായൊരു വീട് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സഹോദരന്മാർ, ഈ ഒരു ളുഹാ നിസ്കാരം നമുക്കെല്ലാവർക്കും ശീലമാക്കണം, സ്ഥിരമാക്കണം. നമുക്ക് ആ ഒരു തിരക്കുകൾക്കിടയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ആ ഒരു നിസ്കാരം, ഈ ഒരു മനോഹരമായ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തഹജ്ജുദ് നിസ്കാരം പോലെ തന്നെ നമുക്ക് ഇത് മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്.
ഇനി അടുത്ത എന്ത് നേട്ടമാണ് നമുക്ക് ഈ ഒരു നിസ്കരിക്കുന്നതിലൂടെ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. പീസ്, മനസ്സമാധാനം. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. പലർക്കും ഇല്ലാത്തതും അത് തന്നെയല്ലേ, മനസ്സമാധാനം. മനസ്സമാധാനമില്ലാതെ എന്തൊക്കെ നമ്മൾ നേടിയിട്ടും വല്ല കാര്യമുണ്ടോ? നമ്മുടെ സമ്പത്ത് ഒരുപാടുണ്ട്, വീട് ഭയങ്കര വലുതാണ്, അല്ലെങ്കിൽ കാറുണ്ട്, വാഹനമുണ്ട്, എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ നരക തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു നിസ്കാരത്തിലൂടെ പടച്ചറബ് മനസ്സമാധാനം നൽകും എന്നുള്ളതാണ്. കാരണം പടച്ചറബിനെ ഓർക്കുന്നവർക്ക് തീർച്ചയായിട്ടും പടച്ചറബ് മനസ്സമാധാനം നൽകും എന്നുള്ളതാണ്. അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ളുഹാ നിസ്കാരത്തോട് അർത്ഥമാക്കുന്നത്. കാരണം ഏതൊരു കാര്യവും നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നത് പടച്ച റബ്ബിനെ ഓർക്കുക എന്നാണ് അതിനർത്ഥം. നമ്മൾ ദിക്ർ ചെല്ലുമ്പോൾ പടച്ച റബ്ബിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും എപ്പോഴും ദിക്റുകൾ വർദ്ധിപ്പിക്കാനും പടച്ചറബിനെ എപ്പോഴും ഓർത്തിരിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കലാണ് ഈ ഒരു ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പടച്ചറബിനെ ഓർക്കുന്നവർക്ക് തീർച്ചയായിട്ടും പടച്ചറബ് സമാധാനം നൽകും എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇല്ലവരാണെങ്കിൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ ഒരു വില മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നതിലൂടെ മനസ്സമാധാനം ലഭിക്കും എന്നുള്ളതാണ് വലിയൊരു നേട്ടം. അവസാനത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഒരു കൂട്ടുകാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ളുഹാ നിസ്കാരം പതിവാക്കണേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ളുഹാ നിസ്കാരം പതിവാക്കുന്നതിലൂടെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളുടെ കരളിൻ്റെ കഷ്ണമായ നമ്മളുടെ മുത്തുനബിയുടെ ആ ഒരു സ്നേഹം അങ്ങയെ അനുസരിച്ച് ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നത്തിൽ ഒരു നോക്ക് കാണാൻ ഒരുപാട് കൊതിക്കുന്ന നമ്മളെ കരളിൻ്റെ കഷ്ണമായ നമ്മളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ സ്നേഹം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നബിയെ അനുസരിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമായിരിക്കും, നമുക്കെല്ലാവർക്കും നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പടച്ചറബ് നമുക്കെല്ലാവർക്കും അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നേട്ടങ്ങളെന്ന് പറയുന്നത്. ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ചുരുക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ളുഹാ നിസ്കാരം നമുക്ക് ജീവിതത്തിൽ പകർത്തണം, ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മരണം വരെ ഈ ഒരു ളുഹാ നിസ്കാരം പതിവാക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. പടച്ച റബ്ബ് ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് കമൻറ്റും മെസ്സേജ് ചെയ്യാറുണ്ട്. പടച്ച റബ്ബ് എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ജസ്റ്റ് അൽഹംദുലില്ലാ എന്നെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.